വെടിക്കെട്ട് ഉത്സവം പെരുന്നാൾ എന്തോ ആയിക്കോട്ടെ ഫെസ്റ്റിവല് ഫെസ്റ്റിവല് അത് വിഷു ദീപാവലി ന്യൂ ഇയർ ഒക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഈ വെടിക്കെട്ടുകൊണ്ടുള്ള ഈ ഇത്തരം പരിപാടികള് ഇത് ദൈവികമല്ല, ഇത് പിശാചുക്കളുടെ കാർണിവലാണ്. യാതൊരു സംശയമില്ല. പറയട്ടെ, ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ വിശ്വാസിയാണ്. അപ്പൊ ഇത് ദൈവികമല്ല. ഒറ്റ കാര്യം പറയാം, എല്ലാവരും സംസാരിക്കുന്ന ആരെ കുറിച്ചെന്നറിയാമോ? ഹ്യൂമാൻ സെൻട്രിക് ആണ്, മനുഷ്യരെ കുറിച്ച് മാത്രമാണ്. സഹജീവി സാക്ഷരത എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഇല്ല. ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, മനുഷ്യൻ മരിച്ചു. ഈ മനുഷ്യനെ നിലനിർത്തുന്ന കുറെ സഹജീവികളുണ്ട്. ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കൾ തെരുവിലിറങ്ങുന്ന സമയം എപ്പോഴാന്നറിയാമോ? വിഷു, ദീപാവലി, ന്യൂ ഇയർ. എങ്ങനെയെന്ന് അറിയാമോ? പടക്കം വീട്ടിൽ നിന്ന് കേക്ക്. ഒന്ന് പറയട്ടെ. ഒന്നാം ദിനം ഇപ്പൊ ഈ നായക്കച്ചവടം ഉള്ളതുകൊണ്ട്, ഹൈബ്രിഡ് നായക്കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകൾ പെരുകി. എല്ലാ വീടുകളിലും 5ഉം 10ഉം ഒക്കെ നായ്ക്കളാണ്. ഈ വെടിക്കെട്ടുകൊണ്ട് ഈ നായ്ക്കൾ മുഴുവനും പേടിച്ച് പുറത്തേ ആടും. ഫയർഫോഴ്സുകാര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് പണിയെടുത്ത് മതിയായി. എന്താന്ന് വെച്ചാൽ കിണറ്റി ചാടി അവിടേക്ക് അവർക്ക് ഓടിച്ചെല്ലണം നായ എടുക്കാൻ. പൂച്ച ഇതിന്റെ മുകളിൽ കയറി അവിടെ ചെല്ലണം. പിന്നെ ഗേറ്റിന്റെ ഇടയിൽ കൂടെ തലയിട്ടു അവിടെ ചെല്ലണം. ഈ ഫയർഫോഴ്സുകാർക്ക് ഇത് തന്നെ ജോലി. പണി അല്ല, വേണ്ട. അപ്പൊ വേണ്ട വെടിക്കെട്ട് അല്ല, യാതൊരുവിധ അതായത് വെടിക്കെട്ട് അപകടം ഉണ്ടായില്ല. സാറൊന്ന് നോട്ട് ചെയ്താൽ അറിയാം, 99% വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടില്ല വെടിക്കെട്ട് നിർമ്മാണശാലകളിലാണ്. ഡിസ്പ്ലേ നടത്തുന്നിടത്തല്ല. ഡിസ്പ്ലേ ഉണ്ടായിട്ടില്ല എന്നല്ല, അപ്പൊ വെടിക്കെട്ട് നിർമ്മാണശാലയിലത്തെ ജാഗ്രത കുറവ്, പെസോന്റെ നിയമപരമായ നിബന്ധനകള് ഇതൊന്നും പാലിക്കപ്പെടാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിന് വ്യക്തമായ ഒരു രൂപരേഖ 2017 എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ആയിട്ടുള്ള വേണുഗോപാൽ സാറും അദ്ദേഹം പറഞ്ഞ പോലെ അന്ന് വ്യവസായ മിനിസ്റ്റർ ആയിട്ടുള്ള AC മൊയ്തീനും കൂടി 2017 വ്യക്തമായിട്ടൊരു രൂപരേഖ ഗവൺമെന്റ് ഗവൺമെന്റിന് കൊടുത്തു. അതായത് നടപ്പാക്കിയിട്ടില്ല. അതൊക്കെ പറയാം, കാരണം പറയാം, നടപ്പാക്കിയതിന്റെ കാരണം പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇതായിട്ട് പറയണം. അത് 36 ഏക്കർ സ്ഥലത്ത് പെസോന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവിടെ തന്നെ ഒരു വെടിക്കെട്ട് നിർമ്മാണശാല നടത്താനും പറ്റും. ഈ ലോക്കൽ മാനുഫാക്ചേഴ്സിന് 15 കിലോ പണിയാനാണ് അനുമതിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പെസോന്റെ ഇങ്ങനൊരു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനൊരു കേന്ദ്രം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ലോക്കൽ ലൈസൻസുകൾക്ക് ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് 1500 കിലോ വരെ പണിയാനുള്ള, അതായത് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് അവിടെ പണിയുന്നത്, 1500 കിലോ വരെ പണിയാനുള്ള ഒരു സാങ്ഷൻ കിട്ടും. അങ്ങനെ 4 to 6 യൂണിറ്റ് വരെ ഈ 36 ഏക്കർ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇതിൽ പണിയാൻ പറ്റും. അത് 10,000 കിലോ വെടിക്കെട്ട് പണിയാനുള്ള അവിടെ എല്ലാ സാഹചര്യവും ഉണ്ട്. ഈവൻ ലാബോറട്ടറി അടക്കം, ഫയറിന്റെ സെന്റർ എല്ലാം, അതിന് എന്തൊക്കെ വേണ്ടതുണ്ട്, ഒരു പെസോന് എന്തൊക്കെ വേണ്ടതുണ്ട് എല്ലാം ഉള്ളത്. അപ്പൊ അത് അനുവദിച്ചു വരുന്നുവെങ്കിൽ ഈ മുണ്ടത്തിക്കോട് അപകടം ഒഴിവാക്കാമായിരുന്നു. അതിന്റെ കാരണം അനുവദിക്കാതെ ഇരുന്ന കാരണം ഞങ്ങൾ 2024 ആദ്യം ഇത് എന്തു സംഭവിച്ചു, 17 കൊടുത്തിട്ടുള്ളതാണ്. 24 എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ എക്കോണമിക്കലി വയബിൾ അല്ല എന്ന് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.